DCC പ്രസിഡന്റുമാർക്ക് കൂടുതൽ അധികാരവും പ്രവർത്തന സ്വാതന്ത്ര്യവും കൊടുക്കാനുള്ള അഹമ്മദാബാദ് AICC സമ്മേളനത്തിന്റെ തീരുമാനം കേരളത്തിലെ കോൺഗ്രസിൽ രൂക്ഷ വിമർശനവും ആശങ്കയുമാണ് ഉണ്ടാക്കിയത്. പാർട്ടിയിൽ എല്ലാം ഇതുവരെ തീരുമാനിച്ചിരുന്ന ഹൈക്കമാൻഡിന് പഴയ കമാൻഡ് ഇല്ലെന്ന തിരിച്ചറിവും അധികാരം താഴേക്ക് കൈമാറാനുള്ള ഈ തീരുമാനത്തിന് പിന്നിലുണ്ടെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. മറിച്ചൊരു ചർച്ചയ്ക്കും ഇത് കാരണമായിട്ടുണ്ട്. അധികാരമെല്ലാം DCCകൾ കവർന്നാൽ KPCCയുടെ വില എന്താകും? കെ സുധാകരന് നല്ല പേടിയുണ്ട്. സുധാകരന്റെ വിരട്ടലുകളൊന്നും ഇനി നടക്കില്ല. DCC പ്രസിഡന്റുമാർ തീരുമാനിക്കും ഇനി കാര്യങ്ങൾ. അതുകൊണ്ടെന്താ, KPCC ഭാരവാഹികളാകാനുള്ള നേതാക്കളുടെ തല്ലിക്കയറ്റം കുറയും. DCC പ്രസിഡന്റ് ആകാനാണ് ഇനി ഇടി നടക്കാൻ പോകുന്നത്. അതേസമയം ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ വേണ്ടവിധം പ്രവർത്തിക്കാത്തവരെ ഒഴിവാക്കണമെന്നതടക്കം അഹമ്മദാബാദ് AICC പ്രമേയം റിപ്പോർട്ട് ചെയ്യാൻ ചേർന്ന KPCC നേതൃയോഗത്തിൽ രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. കെ മുരളീധരനാണ് ഇക്കാര്യം ആദ്യം ഉന്നയിച്ചത്. സംഘടനാ തലത്തിൽ ഉടച്ചുവാർക്കൽ നടത്തണമെന്നും പണിയെടുക്കാത്തവരെ മാറ്റണമെന്ന AICC നിലപാട് പ്രാവർത്തികമാക്കണമെന്നും മുരളി ആവശ്യപ്പെട്ടു. ജംബോ കമ്മിറ്റികൾ കൊണ്ട് ഒരു പ്രയോജനവുമില്ലെന്നും തുറന്നടിച്ചു. ചില ജില്ലാ കോൺഗ്രസ് അധ്യക്ഷന്മാരെ മാറ്റുമെന്നുള്ള പ്രചാരണങ്ങൾ തങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്ന് പല DCC പ്രസിഡന്റുമാരും അഭിപ്രായപ്പെട്ടു. ഒന്നുകിൽ മാറ്റണം, അല്ലെങ്കിൽ അഭ്യൂഹങ്ങൾ പ്രചരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇത് രണ്ടുമല്ലാത്ത അവസ്ഥ തങ്ങളുടെ മനോവീര്യം ഇല്ലാതാക്കുമെന്നും പറഞ്ഞു. അതേസമയം സംഘടന കൂടുതൽ ഐക്യത്തോടെ പോകണമെന്ന വികാരം നേതാക്കൾ പങ്കുവച്ചു. CPM-ഉം BJP-യും ഉയർത്തുന്ന രാഷ്ട്രീയ വെല്ലുവിളി മറികടക്കാൻ കൂടുതൽ ചിട്ടയായ പ്രവർത്തനം കൂടിയേ തീരുവെന്ന് മുരളീധരൻ പറഞ്ഞു. പിണറായി സർക്കാരിനെ അധികാരത്തിൽ നിന്ന് മാറ്റണമെന്ന് ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ പോക്കിൽ ജനവികാരം പ്രയോജനപ്പെടുത്താനാവില്ല. കോൺഗ്രസിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ തിരുവനന്തപുരത്ത് കിട്ടിയ വോട്ടുകളിലെ കുറവ് പാർട്ടിയുടെ ദൗർബല്യം വ്യക്തമാക്കുന്നതാണ്. വിശദമായി പരിശോധിച്ച് വേണ്ട മാറ്റങ്ങൾ വരുത്തണമെന്നും ആവശ്യപ്പെട്ടു. KPCC ഭാരവാഹികൾ, DCC പ്രസിഡന്റുമാർ, മുൻ KPCC പ്രസിഡന്റുമാരടക്കം യോഗത്തിൽ പങ്കെടുത്തു. കോൺഗ്രസിന്റെ നയങ്ങളിൽ വ്യക്തതയും നിശാബോധവും നൽകുന്ന അഹമ്മദാബാദ് AICC സമ്മേളന പ്രമേയം കീഴ്ഘടകങ്ങളിൽ റിപ്പോർട്ട് ചെയ്യാനും തീരുമാനിച്ചു.